വിശ്വസിക്കൂ പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ വർഷം അത് സംഭവിക്കാൻ പോവുകയാണ്. ഈ മാസം അത് സംഭവിക്കാൻ പോവുകയാണ്. ഈ ഓഗസ്റ്റ് തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിറഞ്ഞ് ഒഴുകുന്ന അനുഭവം നിങ്ങളുടെ എല്ലാ മേഖലകളിലും സ്വർഗത്തിലെ ദൈവം ചെയ്യാൻ പോവുകയാണ്. സങ്കീർത്തനം 23:5 എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്ന് ഒരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദ് പാടിയ സങ്കീർത്തനത്തിൽ 23 സങ്കീർത്തനത്തിൽ പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. നിറഞ്ഞ് കവിയുന്ന ഒരു അനുഗ്രഹം. എവിടെയാണോ നിങ്ങൾ നിന്ദിക്കപ്പെട്ടത്, എവിടെയാണോ നിങ്ങൾ അപമാനിക്കപ്പെട്ടത്, എവിടെയാണോ നിങ്ങൾ ഒറ്റപ്പെട്ടത്, നിങ്ങൾ തീർന്നു ഇനി എഴുന്നേൽക്കില്ല എന്ന് നിങ്ങളെ നോക്കി വിധി എഴുതിയത് എവിടെയാണോ അവിടെ, ആ പട്ടണത്തിൽ, ആ വീട്ടിൽ, ആ ജോലി മേഖലയിൽ, അവിടെ തന്നെ ഒരു നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന അനുഗ്രഹം. വിശ്വസിക്കൂ പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ വർഷം അത് സംഭവിക്കാൻ പോവുകയാണ്. ഈ മാസം അത് സംഭവിക്കാൻ പോവുകയാണ്. ഈ ഓഗസ്റ്റ് തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിറഞ്ഞ് ഒഴുകുന്ന അനുഭവം നിങ്ങളുടെ എല്ലാ മേഖലകളിലും സ്വർഗത്തിലെ ദൈവം ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട. ഇന്ന് ഉണങ്ങി വരണ്ട് കിടക്കുന്ന നിങ്ങളുടെ സാഹചര്യങ്ങളെ നാളുകളിൽ അത് പച്ചയാക്കി, നന്മയാക്കി, ഉറവയാക്കി, അനുഗ്രഹമാക്കി നിങ്ങളെ വർദ്ധിപ്പിച്ച് നിങ്ങൾ ഒഴുകുന്ന, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു തലത്തിലേക്ക് സ്വർഗം നിങ്ങളെ കൊണ്ടുവരികയാണ്. സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദ് 23 സങ്കീർത്തനത്തിൽ വ്യക്തമായിട്ട് പറയുകയാണ്, യഹോവ എൻ്റെ ഇടയനാണ്. യഹോവ എൻ്റെ ഇടയനായതുകൊണ്ട് ഉള്ള അനുഗ്രഹത്തെക്കുറിച്ചാണ് താഴോട്ടുള്ള ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നത്. യഹോവ ഇടയനായി സങ്കീർത്തനക്കാരൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എനിക്കൊന്നിനും മുട്ട് വരികയില്ല. ജീവിതത്തിൽ മുട്ടുവരുത്തുന്ന അനുഭവങ്ങൾ നമുക്കറിയാം. ഒരു കൊച്ചു കുഞ്ഞ് ക്രിസ്തീയ വീട്ടിൽ വളർന്നു വരുമ്പോൾ ബൈബിളിലെ വാക്യങ്ങൾ ആ വീട്ടിലുള്ള അപ്പനോ അമ്മയോ വല്യച്ഛനോ വല്യമ്മച്ചിയോ പഠിപ്പിക്കുമ്പോൾ ആദ്യം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഒരു വാക്യം കൂടെയാണ് 23 സങ്കീർത്തനം 1 വാക്യം. എല്ലാവർക്കും മനഃപ്പാഠമായി അറിയാവുന്ന ഒരു വാക്യമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ കുട്ടിപ്രായത്തിൽ എൻ്റെ അമ്മയുടെ അനിയത്തിയാണ് എന്നെ ഈ വാക്യം പഠിപ്പിച്ചത്. ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കുമല്ലോ. അതിൽ ഓർത്തു വെച്ച ഒരു കാര്യമാണ് ഈ വാക്യം പഠിപ്പിച്ച ആ വ്യക്തിയെയും ഈ വാക്യത്തെയും. അന്ന് എന്നോട് പറഞ്ഞ യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കും മുട്ടുണ്ടാകയില്ല എന്ന് എന്നെ പഠിപ്പിക്കുമ്പോൾ ഞാൻ അന്ന് മുട്ടെന്തുവാ, യഹോവ എന്തുവാ, എനിക്ക് ഇടയനാരാ, ഇടയൻ എന്തുവാ എന്നറിയാൻ പറ്റാത്ത, തിരിച്ചറിവില്ലാത്ത ഒരു സമയം കൂടെയാണ്. അപ്പം രസകരമായൊരു കാര്യം പറയാം. അന്ന് അവരെന്നെ ആ വചനം പഠിപ്പിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് എൻ്റെ കാലിൻ്റെ മുട്ട് ഇങ്ങനെ തൂത്തു നോക്കുമായിരുന്നു, മുട്ട അവിടെ ഉണ്ടോ എന്ന്. അത്രയ്ക്കുള്ള അറിവ് മാത്രമേ ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ സമയത്ത് തന്നെ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ എന്നെ പഠിപ്പിച്ചത്, ദൈവം നിനക്കുണ്ടെങ്കിൽ, യഹോവ നിനക്കുണ്ടെങ്കിൽ ഒരു നന്മയ്ക്കും മുടക്കം വരില്ല. യഹോവ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, ഞാൻ വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കയറിയപ്പോൾ, ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ, ഉത്തരവാദിത്തങ്ങൾ ജീവിതത്തിലേക്ക് കയറി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, അന്ന് എൻ്റെ കൊച്ചമ്മ പഠിപ്പിച്ച വാക്യത്തിൻ്റെ അർത്ഥം പിന്നീട് എനിക്ക് മനസ്സിലായി. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ എന്താണ്, മുട്ടെന്താണ്, കുറവെന്താണ്, പോരായ്മ എന്താണ്, വേദന എന്താണ്, കഷ്ടത എന്താണ്, ഞെരുക്കം എന്താണ് എന്ന്
പിന്നീട് എനിക്ക് മനസ്സിലായി. പക്ഷെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ, ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ, അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും മാറി മറ്റൊരു സ്ഥലത്തേക്ക് ഞാൻ പോയപ്പോൾ, ഈ മുട്ട എൻ്റെ ജീവിതത്തിൽ കയറി വന്നു, ഈ പ്രയാസം എൻ്റെ ജീവിതത്തിൽ കയറി വന്നു. അപ്പോൾ എന്നെ ബലപ്പെടുത്തിയതും ആശ്വസിപ്പിച്ചതും എൻ്റെ കൊച്ചമ്മ പഠിപ്പിച്ച ഈ വാക്യമാണ്. അപ്പൊ ദൈവത്തിന്റെ വചനത്തിൽ കൂടെ വ്യക്തമായി പറയുന്നു, യഹോവ നമുക്ക് ഇടയനാണെങ്കിൽ ഒന്നിനും മുട്ടുവരില്ല. ജീവിതയാത്രയിൽ അനവധി കഷ്ടങ്ങളും മുട്ടുകളും ജീവിതത്തിൽ നേരിട്ടു. എന്ത് കഴിക്കും, എന്ത് കുടിക്കും, എങ്ങനെ കിടക്കും, എവിടെ കിടന്നുറങ്ങും, എന്ത് ഉടുക്കും എന്നൊക്കെ ചിന്തിച്ച നാളുകൾ മുമ്പിലുണ്ട്. ആ സമയത്തൊക്കെയും ഈ വചനം ബലപ്പെടുത്തിയത് ഞാൻ ഓർക്കുകയാണ്. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് മനസ്സിന്റെ ഉൾത്തട്ടി ഞാൻ നിങ്ങളോട് പറയാം, പല ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ വന്നപ്പോൾ ഈ യഹോവ ആരാണെന്ന് കുട്ടിപ്രായത്തിൽ വാക്യം പഠിച്ചപ്പോൾ മനസ്സിലായില്ലെങ്കിലും എൻ്റെ ആവശ്യഘട്ടത്തിൽ എൻ്റെ ദൈവം യഹോവ ആരാണെന്ന് എനിക്ക് തിരിച്ചറിയുവാൻ ഇടയായി. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയാം, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും തീർത്തു തരുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ അടുക്കൽ നാം എത്തപ്പെട്ടിരിക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ ആരോടും പറയാൻ കഴിയാത്ത, അല്ലെങ്കിൽ പലർക്കും അറിയാവുന്ന ഒരു വലിയ പ്രതിസന്ധിയിൽ കൂടെ ആയിരിക്കും ഇന്ന് രാവിലെ നിങ്ങൾ കടന്നു പോകുന്നത്. വലിയൊരു കടഭാരം, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ട്, ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ല, എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് അറിയത്തില്ല, പാതി വഴിയിൽ വീടിന്റെ പണി മുടങ്ങിക്കിടക്കുന്നു, ജീവിതത്തിൽ എവിടെയൊക്കെയോ കഷ്ടങ്ങളും നഷ്ടങ്ങളും മാത്രമായി സങ്കീർത്തനക്കാരന്റെ ഭാഷയിൽ മുട്ടനുഭവിക്കുന്ന ഒരനുഭവത്തിലേക്കാണ് നിങ്ങൾ ഇന്ന് കടന്നു പോകുന്നതെങ്കിൽ, ഞാന് ഈ വചനത്തിൽ നിന്നുകൊണ്ട് പറയാം, യഹോവയിൽ നീ ആശ്രയിച്ചാൽ, യഹോവ നിന്റെ ഇടയനാണെങ്കിൽ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന അനുഗ്രഹത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരും. നിറഞ്ഞു കവിയും. പത്രോസിന്റെ പടക് നിറഞ്ഞു കവിഞ്ഞു. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, വല കീറുമാറ് പത്രോസിന്റെ പടകിൽ മത്സ്യം കയറി. പ്രിയരെ, സഹോദര പടകും കൂടെ മാടി വിളിച്ച് ആ പടകിലൂടെ കയറ്റത്തക്ക നിലയിൽ പത്രോസിന്റെ പടകും പത്രോസിന്റെ വലയും നിറഞ്ഞു കവിഞ്ഞത് യഹോവ പറഞ്ഞ, അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ, യേശു പറഞ്ഞ ഒരു വാക്കിന്റെ അടിസ്ഥാനത്തിലാണ്. യേശുവിൽ ആശ്രയിച്ചു. പഴയ നിയമത്തിൽ സങ്കീർത്തനത്തിൽ യഹോവയിൽ ആശ്രയിച്ച ദാവീദിനെ പോലെ പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ പത്രോസ് ആശ്രയിച്ചു. പത്രോസ് യേശുവിന്റെ വാക്ക് കേട്ടു. പത്രോസ് യേശുവിന് വേണ്ടി പടക് വിട്ടുകൊടുത്തു. ഈ പത്രോസ് യേശു പറഞ്ഞ ആ ഉപദേശത്തെ കൈക്കൊണ്ടു. തിരസ്കരിച്ചു ഓടിപ്പോയില്ല, മർദ്ദലിച്ച് മടങ്ങിപ്പോയില്ല. പത്രോസിന്റെ പടകിൽ കയറിയ യേശു പറയുക, പടകിന്റെ വലതുവശത്ത് വല വീശുവിൻ എന്ന് പറഞ്ഞപ്പോൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. ഒരു ചെറിയൊരു നെത്തോലിയെ പോലും കിട്ടിയില്ല. ഒരു ചെറിയൊരു മത്തി പോലും കിട്ടിയില്ല. പ്രതീക്ഷിച്ചത് അതൊന്നും അല്ല പത്രോസ്. അപ്പനപ്പന്മാരുടെ കാലം മുതൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ട ഒരു കുടുംബമാണ് പത്രോസിന്റെ. ഇപ്പൊ പത്രോസിന് അറിയാം എവിടെയാണ് മീനുള്ളത്, ചാകരയുള്ളത്, മുട്ടയുള്ളത്, കുഞ്ഞുങ്ങളുള്ളതും ഒക്കെ പത്രോസിന് അറിയാം. അതുകൊണ്ട് അറിവുള്ളവനാണ് രാത്രി മുഴുവനും അധ്വാനിച്ചത്. പക്ഷെ അറിവുള്ളവൻ അധ്വാനിച്ചിട്ടും, അറിവിനൊത്തവണ്ണം അധ്വാനിച്ചിട്ടും, അവിടെ ഇവിടെ എല്ലാം വല വീശിയിട്ടും ഒരു കരിയില പോലും ആ വലയ്ക്കകത്ത് കയറിയില്ലെന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ദൈവത്തിന്റെ വാക്ക് കേട്ടപ്പോൾ, കർത്താവ് പറഞ്ഞതനുസരിച്ച് വല ഇറക്കുവാൻ പത്രോസ് തയ്യാറായപ്പോൾ പത്രോസിന്റെ പടക് നിറഞ്ഞ് കവിഞ്ഞു എന്ന്. ഇന്ന് രാവിലെ ഞാൻ കർത്താവിന്റെ ആത്മാവിൽ ഗ്രേസ് ടിവിയുടെ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞ് കവിയുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കും ഒതുക്കി വെക്കാൻ, പിടിച്ചു നിർത്താൻ കഴിയാത്ത ഒരു അനുഗ്രഹത്തിലേക്ക്, ഒരു വിടുതലിലേക്ക് സ്വർഗം നിങ്ങളെ കൊണ്ടുവരാൻ പോകുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിൽ, പരിശുദ്ധ ആത്മാവിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയുകയാണ്, കവിഞ്ഞൊഴുകുന്ന ഒരനുഗ്രഹം നിങ്ങളുടെ ഭൗതിക മേഖലകളിലും, നിങ്ങളുടെ ശാരീരിക മണ്ഡലത്തിന്റെ മേലും, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലും, നിങ്ങളുടെ ആത്മീയ ഭൗതിക മേഖലകളുടെ മേലും നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകും.
എങ്ങനെ? 4 വശത്തേക്കും അത് ഒഴുകും. ഏദൻ തോട്ടത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ ഒരു വാക്യം ഇങ്ങനെയുണ്ട്: ഒരു നദി പുറപ്പെട്ടു, അത് 4 ശാഖകളായി പിരിഞ്ഞു. ആ 4 ശാഖകളായി പിരിഞ്ഞ് ഒഴുകിയ ആ നദി തോട്ടം മുഴുവനും നനച്ചു. ഇന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒഴുക്കാൻ പോകുന്ന ഈ നദി ഒരു സൈഡിൽ, ഒരു വശത്ത് മാത്രം ഒഴുകാനോ, ഒരു പ്രത്യേക സർക്കിളിനകത്ത് മാത്രം നിൽക്കാനോ ഉള്ള ഒരു നദിയല്ല, ഒരു നിറവല്ല. പകരം അത് 4 വശത്തേക്കും, നിങ്ങളുടെ വീട്ടുകാരുടെ മേലും, കുടുംബക്കാരുടെ മേലും, ചാർച്ചക്കാരുടെ മേലും, അയൽവക്കക്കാരുടെ മേലും, പള്ളിക്കാരുടെ മേലും അത് ഒഴുകിയിട്ട് ചലിക്കുന്ന ചില പ്രാണികൾ അതിനകത്ത് ഉണ്ടാകത്തക്ക നിലയിൽ അത് ഒഴുകുന്ന ആ നദിയുടെ കരയിൽ ആമേൻ വിലപിടിപ്പുള്ള ഗുൽഗുലു ഗോമേതകം പോലെയുള്ള ആമേൻ പലതും ഉണ്ടായി വരത്തക്ക നിലയിൽ നിറഞ്ഞു കവിയുന്ന ഒരനുഗ്രഹം നിങ്ങളുടെ വീട്ടിൽ കർത്താവ് ചെയ്യും. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ വീടിനകത്ത് നിറവ് ഇല്ലായിരിക്കും. അരിപ്പാത്രത്തിൽ നിറവില്ല, പേഴ്സിൽ നിറവില്ല, ജോലിയിൽ നിറവില്ല, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ നിറവില്ല, ഭൗതിക മേഖലകളിൽ എങ്ങനെ നോക്കിയാലും ഒരു നിറവില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, യഹോവ നിന്റെ ഇടയനാണെങ്കിൽ, യേശു പറയുന്ന വാക്ക് പത്രോസ് കേട്ടതുപോലെ നിങ്ങൾ കേൾക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ പടക്, നിങ്ങളുടെ വീട്, നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ ഭൗതിക മേഖലകളിൽ, നിങ്ങളുടെ ആത്മീയ മണ്ഡലങ്ങളിൽ ആർക്കും അളക്കാൻ കഴിയാത്ത നിലയിലുള്ള നിറവ് കൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, പാനപാത്രം നിറഞ്ഞെന്ത് ചെയ്യും? കവിയും. വേദപുസ്തകം പഠിക്കുമ്പോൾ 2 തരത്തിലുള്ള പാനപാത്രത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, ഗെത്സമനത്തോട്ടത്തിൽ യേശു കർത്താവ് പ്രാർത്ഥിക്കാൻ പിതാവിന്റെ മുമ്പിൽ മുട്ടുകുത്തുമ്പോൾ യേശു കർത്താവ് പറഞ്ഞൊരു പദമുണ്ട്: കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എന്ത് ചെയ്യണം? നീക്കണമേ. ഇത് കഷ്ടതയുടെ പാനപാത്രമാണ്. എന്നാൽ 23-ാം സങ്കീർത്തനത്തിൽ 5-ാം വാക്യത്തിൽ പറയുന്ന പാനപാത്രം നിറഞ്ഞു കവിയും എന്ന് പറയുന്നത് കഷ്ടത നിറഞ്ഞു കവിയുന്നല്ല. ഗെത്സമനയിൽ പ്രാർത്ഥിക്കാനിരിക്കുന്ന യേശുവിന്റെ മുമ്പിലെ പാനപാത്രം കഷ്ടതയുടെ, ക്രൂശീകരണത്തിന്റെ, ആ മുള്ളുകളുടെ, ആണികളുടെ, ചാട്ടകളുടെ ഒരു പാനപാത്രമായിരുന്നെങ്കിൽ 23-ാം സങ്കീർത്തനത്തിൽ ദാവീദിന്റെ മുമ്പിൽ നിറഞ്ഞു കവിയുന്നത് കഷ്ടതയുടെ പാനപാത്രമല്ല, അത് അഭിവൃദ്ധിയുടെ പാനപാത്രമാണ്, അത് അനുഗ്രഹത്തിന്റെ പാനപാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ ദൈവസന്നിധി നിങ്ങളോട് ഇങ്ങനെ പറയട്ടെ: അങ്ങൊരു ദൈവവൈതലാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതയുടെ പാനപാത്രം മാത്രമല്ല ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്, അഭിവൃദ്ധിയുടെ ഒരു പാനപാത്രവും ദൈവം ഒരുക്കിയിട്ടുണ്ട്. ആമേൻ. സമൃദ്ധിയുടെ ഒരു പാനപാത്രവും ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കഷ്ടതയിലാണ് എന്നും എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഈ കഷ്ടതയിൽ നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. കർത്താവായ യേശുവിനെ കല്ലറയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ദിവസമുള്ളതുപോലെ നിങ്ങളെയും ഈ കഷ്ടതയിൽ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവരും. കർത്താവ് ഒരു പരിമിത സമയത്തേക്ക്, ദിവസത്തേക്ക് കല്ലറയ്ക്കകത്ത് ഒതുങ്ങേണ്ടി വന്നു എന്നുള്ള സത്യമാണ്. പക്ഷെ 3 ദിവസം തികയുന്നതിന് മുമ്പ് കർത്താവിനെ പിതാവാം പുത്രൻ പുറത്തു കൊണ്ടുവന്നു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ക്രിസ്തു എന്ന് പൗലോസ് എഴുതിയിരിക്കുന്ന പോലെ നിങ്ങളും പരിമിതപ്പെട്ട ചില സമയങ്ങൾ, ചില ദിവസങ്ങൾ, ചില വർഷങ്ങൾ ഈ ഞെരുക്കം എന്ന പാനപാത്രത്തിൽ കൂടെ, കഷ്ടത എന്ന പാനപാത്രത്തിൽ കൂടെ, വേദന എന്ന പാനപാത്രത്തിൽ കൂടെ, കടം, രോഗം എന്ന പാനപാത്രത്തിൽ കൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വരും. നിന്ദയും പരിഹാസവും വെല്ലുവിളിയും ശോചനമായ അവസ്ഥകളൊക്കെ നിങ്ങൾ ഊറ്റി മട്ടൂറ്റി കുടിക്കുന്ന പോലെ ചിലപ്പോൾ കുടിക്കേണ്ടി വരും. പക്ഷെ എന്നും നിങ്ങൾക്ക് ആ ഒരു പാനപാത്രം മാത്രം തരുന്ന ദൈവമല്ല, മറിച്ച് അനുഗ്രഹത്തിന്റെയും സമൃദ്ധിയുടെയും നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന ഒരു പാനപാത്രം ദാവീദിന്റെ മുമ്പിൽ ദൈവം തുറന്നു വെച്ചതുപോലെ നിങ്ങളുടെ മുമ്പിലും ദൈവം തുറന്നു വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ എങ്ങനെ നിറഞ്ഞു കവിയുമെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ധനത്തിനൊത്തവണ്ണം നിറഞ്ഞു കവിയും. നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയുന്ന ഒരു അനുഗ്രഹമുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനെത്രമാത്രം പരിമിതി, അതിനെത്രമാത്രം അളവുകോലുണ്ടെന്നുള്ളത് ആ വാക്യത്തിൽ കാണുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിന്റെ ധനത്തിനൊത്തവണ്ണം നിറഞ്ഞു കവിയുമെന്ന. ദൈവത്തിന്റെ ധനത്തെ അളക്കാൻ പറ്റുമോ? ദൈവത്തിന്റെ അഭിവൃദ്ധി അളക്കാൻ പറ്റുമോ?
ഒരിക്കലും കഴിയുകയില്ല. അങ്ങനെങ്കിൽ ദൈവത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കർത്താവ് പറയുന്ന വാക്ക് കേട്ട് അനുസരിക്കാൻ തയ്യാറാകുന്നെങ്കിൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ദൈവത്തിന്റെ ധനത്തിനൊത്തവണ്ണം നിങ്ങളെ നിറഞ്ഞ് കവിഞ്ഞ് നിങ്ങളുടെ കുടുംബത്തിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും. ആ വീടിന്റെ പണി പൂർത്തിയാകും. ആ ഭവനത്തിന്റെ ഞെരുക്കം ദൈവം മാറ്റും. ആ അന്തരീക്ഷത്തിൽ, ആ ഇരുട്ടിൽ നിന്ന് ദൈവം നിങ്ങളുടെ കുടുംബത്തെ പുറത്തു കൊണ്ടുവരും. നിങ്ങളുടെ ഭർത്താവ് ജോലി ചെയ്യാതെ ഇനി വീട്ടിൽ ഇരിക്കത്തില്ല. നഷ്ടപ്പെട്ടു പോയത് കർത്താവ് നിങ്ങൾക്ക് മടക്കിത്തരും. ഇന്നലെ നഷ്ടപ്പെട്ടു പോയ ജോലിയെയും ഇന്നലെ നഷ്ടപ്പെട്ടു പോയ പൊസിഷനെ ഓർത്ത് നിരാശപ്പെട്ടിരിക്കേണ്ട. ദൈവം പുതിയതൊന്ന് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. നിങ്ങൾക്ക് ആ നന്മ നഷ്ടപ്പെട്ടു പോയി, ആ ജോലി നഷ്ടപ്പെട്ടു പോയി കാണും. പക്ഷെ ഭാരപ്പെടേണ്ട. എന്നും നിങ്ങൾ കഷ്ടതയുടെ പാനപാത്രം കുടിച്ചുകൊണ്ടിരിക്കത്തില്ല. മറിച്ച് നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന അഭിവൃദ്ധിയുടെ, ജോലിയുടെ ഒരു പാനപാത്രം ദൈവം നിങ്ങളുടെ കയ്യിൽ തരും. അതുകൊണ്ട് ദൈവത്തിന്റെ ധനത്തിനൊത്തവണ്ണം ദൈവം നിങ്ങൾക്ക് അനുഗ്രഹം തരും. പ്രത്യാശ കൈവിടരുത്. അബ്രഹാം ദൈവത്തിൽ പ്രത്യാശ വെച്ചു. അതുകൊണ്ട് അവൻ 25 വർഷം ആ പ്രത്യാശയിൽ നടന്നു. പക്ഷെ 25 വർഷം കഴിഞ്ഞപ്പോൾ അവന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത ദൈവം ഒരു തലമുറയെ കൊടുത്ത് അവന്റെ കുടുംബത്തെ ആദരിച്ചെങ്കിൽ, ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തോടെ പറയാം, നിങ്ങളുടെ എല്ലാ മേഖലകളിലും നിറഞ്ഞ് കവിയുന്ന അനുഗ്രഹം, തലമുറ എന്ന അനുഗ്രഹം, സാമ്പത്തികം എന്ന അനുഗ്രഹം, ജോലി എന്ന അനുഗ്രഹം, ആരോഗ്യം എന്ന അനുഗ്രഹം, സമാധാനവും സ്വസ്ഥതയും എന്ന അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് നൽകും. അതുകൊണ്ട് ഫിലിപ്പിയർ ലേഖനം 4:7 ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്: ബുദ്ധിയും സമാധാനവും നിങ്ങളുടെ ഹൃദയങ്ങളിൽ കവിഞ്ഞ് ഒഴുകും. ഹൃദയത്തിനകത്ത് ബുദ്ധിയും സമാധാനവും കവിഞ്ഞൊഴുകും. ഫിലിപ്പിയർ 4:7 നിങ്ങൾ വായിക്കൂ. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം നിങ്ങളുടെ വീട്ടിൽ വരട്ടെ, നിങ്ങളുടെ മക്കളിൽ വരട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി മേഖലകളിൽ വരട്ടെ, ബുദ്ധി മണ്ഡലങ്ങളിൽ അത് ഒഴുകി വരട്ടെ. വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ആത്മാവിൽ, ദൈവകൃപയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യട്ടെ. കവിഞ്ഞൊഴുകുന്ന ഒരു അനുഗ്രഹത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരും. ചില നാളുകൾക്ക് മുമ്പ് ഒരു കുഞ്ഞുമായി ഒരമ്മ പ്രാർത്ഥിക്കാൻ എൻ്റെ അടുക്കൽ കടന്നു വന്നു. അവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. കഴിഞ്ഞ 9ാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ അവന് പല വിഷയത്തിലും മാർക്കുകൾ കുറവാണ്. 10ാം ക്ലാസ്സിലേക്ക് വന്നപ്പോൾ ആ പേരൻസ് വളരെ പ്രയാസപ്പെടുകയാ. ഇവൻ ജയിക്കുമോ ഇല്ലയോ എന്നൊരു ചിന്ത മാതാപിതാക്കളുടെ അകത്ത് കയറി. അവരെൻ്റെ അടുക്കല കുഞ്ഞിനെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാനായിട്ട് കോട്ടയത്തുള്ള എൻ്റെ ചർച്ചിനകത്ത് കൊണ്ടുവന്നപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ പ്രാർത്ഥനയിൽ ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ മാതാപിതാക്കൾ ഇങ്ങനെ പറഞ്ഞു: പാസ്റ്ററെ, 10ാം ക്ലാസ് ആണ്, അതുകൊണ്ട് ഈ വർഷം ജയിക്കുമെന്നറിയില്ല. കാരണം ഞങ്ങൾ പാസ്റ്ററിന്റെ അടുക്കിലേക്ക് വരാൻ കാര്യം, കഴിഞ്ഞ ദിവസം ഇവന്റെ ടീച്ചർ വിളിച്ച് ഞങ്ങളൊരു കാര്യം പറഞ്ഞു. ആ സ്കൂൾ നല്ല മാർക്ക് വാങ്ങിക്കുന്ന ഒരു സ്കൂളാണ്. നിങ്ങളുടെ കുട്ടി അത് തിരുത്താനിട വരരുത്. അതുകൊണ്ട് നല്ലതായി പഠിപ്പിക്കണം. കാരണം കഴിഞ്ഞ പല പരീക്ഷകൾക്കും അവൻ ഫെയിലറായി. അതുകൊണ്ട് എങ്ങനെയാകും എന്നറിയാൻ കഴിയാതെ ടീച്ചർ ഭയക്കുന്നു. അപ്പോൾ തന്നെ മാതാപിതാക്കൾക്ക് വേദനയാകുന്നു. ദൈവസന്നിധിയിൽ ആ കുഞ്ഞുമായി പാദപീഠത്തിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവ് എൻ്റെ അധരത്തിൽ കൂടെ പ്രവചിക്കാൻ തുടങ്ങി. ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി പേരൻസിനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു: ഇവന്റെ ബുദ്ധിയെ കെട്ടിക്കളയുന്ന ഒരു അന്ധകാര ശക്തി, ഇവന്റെ ഓർമ്മയെ ചിതറിപ്പിക്കുന്ന ഒരു അന്ധകാര ശക്തി, ഒരു പ്ലേറ്റ് താഴേക്കിടുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന പോലെ ഇവന്റെ ഭാവിയെ തെറിപ്പിച്ച് കളയുവാൻ, പൊട്ടിച്ചിതറിപ്പിച്ച് കളയാൻ നോക്കുന്ന അന്ധകാര ശക്തി ചില വർഷങ്ങളായി ഇവന്റെ ബുദ്ധിയെ കെട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു: സമർപ്പിക്കപ്പെടാൻ തയ്യാറാണെങ്കിൽ ഇന്ന് അവന്റെ ബുദ്ധി മണ്ഡലങ്ങളെ കർത്താവ് തുറക്കുമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ആ മാതാപിതാക്കൾ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞാനും ദൈവസന്നിധി പ്രാർത്ഥിച്ചു. എൻ്റെ കുടുംബം ദൈവസന്നിധി പ്രാർത്ഥിച്ചു. കഴിഞ്ഞ SLC പരീക്ഷയിൽ അവൻ എല്ലാ വിഷയത്തിനും പാസ്സായി. നല്ല മാർക്കോട് അവൻ പാസ്സായി. എന്നാൽ ഇന്ന് രാവിലെ ആത്മാവിൽ ഞാൻ പറയാം, ബുദ്ധിയെ കവിഞ്ഞൊഴുക്കുന്ന ഒരു അനുഗ്രഹം നിന്റെ കുഞ്ഞുങ്ങളിലേക്ക് വരും. ജോലിയിൽ കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം, നിന്റെ നന്മയിൽ കവിഞ്ഞൊഴുകുന്ന ഒരു അനുഗ്രഹം നിന്റെ ഉള്ളിലേക്ക് വരും. പക്ഷെ നീ ചെയ്യേണ്ടത്, യഹോവ നിന്റെ ഇടയനാകണം. യഹോവ നിന്റെ ഇടയനാണെങ്കിൽ പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ നിങ്ങളെ നടത്തും. സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികെ അവൻ നിന്നെ നടത്തും. ദൈവസന്നിധിയിൽ നിന്റെ പ്രാണനെ അവൻ തണുപ്പിക്കും. കൂരിന്റെ താഴ്വരെ കൂടെ നടന്നു പോയാലും നീ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. അവന്റെ വടിയും കോലും നിങ്ങളെ ആശ്വസിപ്പിക്കും. അങ്ങനെങ്കിൽ ദൈവത്തിന്റെ മക്കളോട് ഞാൻ ഇന്ന് രാവിലെ പ്രവചന ദൂതായിട്ട് ഈ ഡെയിലി ബ്ലെസ്സിങ്ങിനകത്ത് ഞാൻ ആത്മാവിൽ ദൂത് പറയുകയാണ്. നിങ്ങൾക്കു വേണ്ടി ദൈവം ആ ഒരു അഭിവൃദ്ധിയുടെ കലവറ, അഭിവൃദ്ധിയുടെ നന്മ, അഭിവൃദ്ധിയുടെ ഒരു പാനപാത്രം
ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പ്രാപിക്കാം, സ്വീകരിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ഒരു അനുഗ്രഹം എനിക്ക് വേണം, ഈ ഒരു കവിഞ്ഞൊഴുക്ക് എനിക്ക് വേണം, ഈ ഒരു നിറവ് എനിക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എൻ്റെ കൂടെ ഒന്ന് വന്നാട്ടെ. കർത്താവേ, ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എവിടെയോ നിന്ദകളും ശോചനീയമായ അവസ്ഥകളും പരാജയങ്ങളും കർത്താവ് ഒരു പുഷ്ടി പ്രാപിക്കാൻ കഴിയാതെ എവിടെയോ കഷ്ടപ്പെടുന്നവർ, കഷ്ടതയുടെ പാനപാത്രം കുടിച്ചു നടക്കുന്നവർ, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് അഭിവൃദ്ധിയുടെ നിറഞ്ഞു കവിയുന്ന ഒരു പാനപാത്രം അവർക്ക് നൽകി കൊടുക്കണേ. നിറഞ്ഞു കവിയുന്ന ഒരു അനുഗ്രഹം അവർക്ക് കൊടുക്കണമേ. അവരെ നിന്ദിച്ചെടുത്ത് പരിഹസിച്ചെടുത്തത് ഇത് അനേകർക്ക് ഒരു അതിശയം കൂറുമാറ് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് തോന്നത്തക്ക നിലയിൽ മറ്റുള്ളവർക്ക് അസൂയ തോന്നുമാറ് അനുഗ്രഹിച്ച് 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 ഇവരുടെ സ്ഥിതിക്ക് ദൈവം വ്യത്യാസം വരുത്തണേ. തമ്പുരാന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലകളിലും അഭിവൃദ്ധി ഉണ്ടാകട്ടെ. മക്കളിൽ, ജോലിയിൽ, ആരോഗ്യത്തിൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ. ഈ വചനം വെച്ച് ഈ സന്ദേശം കേട്ട എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങളുടെ മക്കളെ കുറിച്ചോ, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചോ, നിങ്ങളുടെ ജോലിയെക്കുറിച്ചോ, നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചോ ഒരു വേദനയിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഈ മെസ്സേജിന്റെ താഴെയുള്ള കമന്റ് ബോക്സിൽ നിങ്ങളുടെ ആ പ്രാർത്ഥന വിഷയം ഒന്ന് കുറിച്ചിട്. ഞാനും എൻ്റെ കുടുംബവും നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായും ആ വിഷയത്തെ കൈവച്ചു പ്രാർത്ഥിക്കും. അപ്പോൾ തന്നെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ മറ്റുള്ളവർക്കും ഇത് ഷെയർ ചെയ്യുക. ഗ്രേസ് TV ഓർത്ത് പ്രാർത്ഥിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നേ. അനുഗ്രഹത്തിന്റെ ഒരു പാനപാത്രം ദൈവം കരുതി വെച്ചിട്ടുണ്ട്. അത് നിറഞ്ഞ് കവിയും. ആമേൻ.